You know, our first Prime Minister, Jawaharlal Nehru, quoted some of the lines written by Robert Frost in his autobiography. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന ഒരു പോയട്രിയിലെ അവസാനത്തെ 4 വരികൾ ജവഹർലാൽ നെഹ്റുവിന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ആ വരികൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വരികൾ. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. വളരെ പ്രശസ്തമായ വരികളാണത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഈ പോയം മെൻഡിങ് വാൾ അതുപോലെ ഫേമസ് ആയ ഒരു പോയം തന്നെയാണ്. ഡു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടൈറ്റിൽ മെൻഡിങ് വാൾ? മെൻഡിങ് മീൻസ് റിപ്പയറിങ്, ഡൂയിങ് മെയിൻ്റനൻസ് വർക്ക്, റിപ്പയറിങ് എ വാൾ, ഇംപ്രൂവിങ് റിലേഷൻഷിപ്സ്, ഫൈൻഡിങ് സൊല്യൂഷൻസ് എന്നൊക്കെയുള്ള സിംബോളിക്കായിട്ടുള്ള പല അർത്ഥങ്ങളും ആ വാക്കിന് വേറെ ഉണ്ട്. ഇവിടെ ഒരു വാൾ, ഒരു മതിൽ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പങ്കുവെക്കുന്നത്. Let's discuss the settings of the poem. There is a wall constructed between the agricultural lands owned by the poet and his neighbor. പോയറ്റിന് സ്വന്തമായിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്, പ്ലാന്റേഷൻസ് ഉണ്ട്. അതിന് തൊട്ടടുത്തായി മറ്റൊരാളുടെ ഭൂമിയുണ്ട്, മറ്റൊരാൾക്ക് വേറൊരു കൾട്ടിവേറ്റിംഗ് ലാൻഡ് ഉണ്ട്. ഇത് രണ്ടിനും ഇടയിൽ ഒരു മതിലുണ്ട്. A compound wall constructed between these two agricultural lands. ആ മതിൽ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആ മതിലിന് സംഭവിക്കുന്ന കേടുപാടുകൾ, അതിൻ്റെ കാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെയാണ് ഇതിൽ പങ്കുവെക്കുന്നത്. ലെറ്റ് us go line by line from the beginning. Something there is that doesn't love a wall, that sends a frozen groundswell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. This compound wall gets damaged every year. Some sort of damages occur to the wall every year due to some unknown reason. The reason is not quite visible. The poet says that there is some unknown mysterious force in nature that doesn't like the existence of this wall. That is why underground tremors happens. Something there is that doesn't love a wall. ഈ വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്. സംതിങ് ദർ ഈസ്, ദാറ്റ് സെൻസ്, അതാണ് അയക്കുന്നത്. ആ ശക്തിയാണ്, ആ അൺനോൺ ഫോഴ്സാണ് എന്തുണ്ടാക്കുന്നത്? എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. ഈ മതിലിനടിയിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കുന്നത്, ഭൂചലനം. ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് എർത്ത് ക്വേക്കാണ്, അണ്ടർഗ്രൗണ്ട് ട്രെമേഴ്സാണ്. വാൾ ഗെറ്റ്സ് ഡാമേജ്ഡ് ഡ്യൂ ടു ദ അണ്ടർഗ്രൗണ്ട് ട്രെമേഴ്സ്, സ്ലൈറ്റ് എർത്ത് ക്വേക്ക് that happened because of the activity of some unknown force that doesn't like this wall and spills the upper boulders in the sun. ഈ അണ്ടർഗ്രൗണ്ട് ട്രെമേഴ്സ് കാരണമായിട്ട്, ഇളക്കങ്ങൾ കാരണമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഈ മതിലിൻ്റെ മുകൾ ഭാഗത്തൊക്കെയുള്ള അപ്പർ ബൗൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ മതിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വലിയ കല്ലുകളാണ്, മാസീവ് റോക്സ് ആണ്, പാറക്കഷ്ണങ്ങളാണ്. അതെന്ത് ചെയ്യുന്നു? സ്പിൽസ് മീൻസ് ഫാൾസ് ഡൗൺ, കല്ലുകൾ താഴേക്ക് വീണുകൊണ്ട് ഈ മതിലിന് കേടുപാട് സംഭവിക്കുകയാണ്. ഇൻ ദ സൺ, സൂര്യപ്രകാശമുള്ള നല്ല വെയിൽക്കാലത്ത്, ഹോട്ട് സമ്മർ സീസണിലാണ് ഇത് സംഭവിക്കുന്നത്. യൂഷ്വലി ദീസ് കൈൻഡ്സ് ഓഫ് ഡിസ്ട്രക്ഷൻസ് ആൻഡ് ഡാമേജസ് ആർ ഹാപ്പൻഡ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. ബട്ട് ദിസ് ഡാമേജ് occurred to the compound wall between the agricultural lands happen always in the hot summer season. അതൊരു പ്രത്യേകതയാണ്. സമ്മർ സീസണിൽ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള നാശങ്ങളും ഇങ്ങനെയുള്ള കേടുപാടുകളൊന്നും സംഭവിക്കാറില്ല. പ്രകൃതി ദുരന്തങ്ങളൊക്കെ കൂടുതൽ നടക്കാറുള്ളത് മഴക്കാലത്താണ്. അപ്പോൾ വിസിബിളായിട്ടുള്ളൊരു റീസണും കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എബ്രസ്റ്റ്. ഡാമേജ് എന്ന് പറയുമ്പോൾ ചെറിയ ഡാമേജ് അല്ല. ഡ്യൂ ടു ദ ഡാമേജസ് ഹാപ്പൻ ടു ദ wall, what happens? There formed some gaps which are so large that
even two persons can go side by side facing the same direction. Gaps even two can pass abreast. രണ്ട് പേർക്ക് ഒരേ സമയം ഒരുമിച്ച് സൈഡ് ബൈ സൈഡായിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള തരത്തിലുള്ള വലിയ വിള്ളലുകൾ, ഗ്യാപ്പുകൾ ഈ ഡാമേജ് കാരണമായിട്ട് മതിലിൽ രൂപപ്പെട്ടു. പാസ് എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് സൈഡ് ബൈ സൈഡായിട്ട് ഒരേ ഭാഗത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ട് രണ്ട് പേർക്ക് അപ്പുറത്തേക്ക് കടക്കാം. ടു ക്യാൻ പാസ് എബ്രസ്റ്റ്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. അനദർ ഗസിങ് we can make about the reason of the destruction happened to the wall is the activity of hunters. ഹണ്ടേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഡാമേജസ് സംഭവിച്ചത് എന്നും ചിന്തിക്കാം. പക്ഷേ അതിന് വലിയ സാധ്യതയില്ല. എന്താണ്? ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. ദ പോയറ്റ് സീസ് that is only a slight possibility, because whenever the hunters cause any kind of destructions or damages to the wall, I will be getting it rectified at the earliest without getting delayed. ഹണ്ടേഴ്സ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡാമേജസ് ഈ വാളിന് വരുത്തുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് എന്ത് ചെയ്യാറുണ്ട്? പരിഹരിക്കാറുണ്ട്, അത് റിപ്പയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹണ്ടേഴ്സിൻ്റെ ആക്ടിവിറ്റി ഫലമായിട്ട് ഇത്ര വലിയ ഗ്യാപ്പുകൾ രൂപം കൊള്ളില്ല. ഹണ്ടേഴ്സ് എങ്ങനെയാണ് ഡാമേജസ് ഉണ്ടാക്കുന്നത്? where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. The gaps I mean. The hunters cause damage to the wall in such a way that they will be replacing some stones from the wall to make the rabbits come out of their hiding places in order to please yelping dogs, in order to make the dogs happy. The hunters will be accompanied by dogs. Those dogs will be very much hungry. They will be making some sounds out of their hunger in order to satisfy the hunger of the yelping dogs. In order to make the dogs happy, the hunters will replace some boulders from the wall in order to make the rabbits come out of their hiding place. No one has seen them made or heard them made, but at spring mending time we find them there. Nobody knows how these kinds of damages happen to the wall. Nobody has ever heard the sound of falling of the boulders. ആരും കണ്ടിട്ടില്ല ഇതെങ്ങനെയാണ് കേടുപാട് സംഭവിക്കുന്നതെന്ന്. നേരിട്ട് കണ്ടവരാരുമില്ല. അതുപോലെ ഈ കല്ലുകൾ വീഴുന്ന ശബ്ദവും ഇതുവരെ ആരും കേട്ടിട്ടില്ല. No one has seen them made. Seen them made means nobody has ever witnessed damages caused to the wall or heard them made. But at spring mending time we find them there. പക്ഷേ എല്ലാ വർഷവും സ്പ്രിംഗ് സീസണിൽ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള കേടുപാടുകൾ കാണാറുണ്ട്. Nobody has ever witnessed how it happens, and nobody has ever heard the sound of falling of boulders. But it's a reality that there are huge damages. I let my neighbor know beyond the hill, and on a day we meet to walk the line. One day when the poet understood about the damages to the wall, he immediately approached the neighbor who owned the property on the other side. That neighbor was living beyond the hill, and he informed the matter to that person, and both of them agreed upon a date on which they can rectify the damages. They can repair the damages happen to the wall. Both of them decided to repair it on a particular day and set the wall between us once again. We keep the wall between us as we go. That day approached, the day of mending wall, the day of repairing the wall. Both of them reached the spot and they started the activity in such a way that both of them standing on their sides, they are walking along the wall on both sides and finding damages and collectively doing the repairing work. മതിൽ
നടുവിൽ വരുന്ന രൂപത്തിൽ അവർ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് നടന്ന് നീങ്ങിക്കൊണ്ട് ഡാമേജുകൾ കണ്ടെത്തി കളക്റ്റീവായിട്ട് ഒരുമിച്ച് രണ്ടുപേരും റിപ്പയറിംഗ് വർക്ക് നടത്താൻ ആരംഭിച്ചു. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. ആ കല്ലിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദ ബോൾഡേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്സ്. സം ആർ സ്മൂത്ത് ലൈക്ക് ദ ലോവ്സ് ഓഫ് ബ്രെഡ്. ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പോലെ. ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയുമല്ലോ, ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ. ബ്രെഡ് മുറിക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലാണല്ലോ. ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങളുടെ ഷേപ്പിലാണ് ചില കല്ലുകൾ. ആൻഡ് സം സോ നിയർലി ബോൾസ്. സം അതർ പീസസ് ഓഫ് സ്റ്റോൺസ് ആർ ഓൾമോസ്റ്റ് റൗണ്ട് ഇൻ ഷേപ്പ് ലൈക്ക് ബോൾസ്. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. ഈ കല്ലുകൾ അടുക്കി വയ്ക്കുക, ഡാമേജായ കല്ലുകൾക്ക് പകരമായിട്ട് പുതിയ കല്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ദറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ദേ ഹാവ് ടേക്കൺ ലോട്ട് ഓഫ് എഫേർട്ട് ഫ്രം ദിയർ പാർട്ട് ടു മേക്ക് ദ ബൗൾഡേഴ്സ് റിമെയിൻ ബാലൻസ്ഡ് ഓൺ ദ വാൾ. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് എന്ന് പറയുന്നത്. ആ കല്ലുകൾ വീഴാതെ ബാലൻസ്ഡ് ആയിട്ട് അതിൻ്റെ മേലെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു. വി ഹാവ് ടു യൂസ് എ സ്പെൽ. ഒരു മാന്ത്രിക ശക്തി തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. വി ഹാവ് ടു യൂസ് ലോട്ട് ഓഫ് അവർ എനർജി ആൻഡ് എഫേർട്ട് ടു കീപ്പ് ഇറ്റ് ബാലൻസ്ഡ്. അതർവൈസ് ഇറ്റ് വിൽ ബി ഫോളിങ് ഡൗൺ ഫ്രീക്വൻലി. പുതിയ കല്ലുകൾ വെക്കുമ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും അതിൻ്റെ മേലെ നിൽക്കുന്നില്ല. അപ്പോൾ ആ കല്ലുകളോട് പറയുകയാണ് പോയറ്റും നെയ്ബറും കൂടിയിട്ട്, സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. പ്ലീസ് റിമെയിൻ ദർ അൺടിൽ അറ്റ്ലീസ്റ്റ് വി ലീവ് ദിസ് പ്ലേസ്, അൺടിൽ വി ആർ റിട്ടേണിങ് ഫ്രം ദിസ് പ്ലേസ്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പോകുന്നവരേക്കെങ്കിലും കറക്റ്റായിട്ട് അവിടെ നിൽക്കുക എന്ന് കല്ലുകളോട് പറയും. We wear our fingers rough with handling them. Yes, both of them got very much tired. Even their fingers have become thinner and weaker by continuously handling these kinds of rough stones for long time. രണ്ടുപേരുടെയും കൈവിരലുകൾ തേഞ്ഞു പോയി എന്ന് പറയുന്നത്. Wear our fingers. എന്ത് കാരണമായിട്ട്? ഇത്തരത്തിലുള്ള റഫായിട്ടുള്ള കല്ലുകൾ കുറേ നേരമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട്. Oh, just another kind of outdoor game. One on a side, it comes to little more. വളരെ ടഫായിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ കൂടിയിട്ട് രണ്ടുപേരും അത് ആസ്വദിച്ചിരുന്നു. ബോത്ത് ഓഫ് ദം, ദ പോയറ്റ് ആൻഡ് ദി നെയ്ബർ, എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. ദി ഡിറൈവ്ഡ് സം സോർട്ട് ഓഫ് പ്ലഷർ ഇൻ എൻഗേജിങ് സച്ച് ആൻ ആക്ടിവിറ്റി ഓഫ് മെൻഡിങ് ദ വാൾ. ദേ ടുക്ക് ഇറ്റ് ആസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് അവർ അതിനെ കണ്ടിരുന്നത്. There where it is we do not need the wall, he is all pine and I am apple orchard. Suddenly, while busily engaging in this activity of repairing work, suddenly a kind of a strange thought struck in his mind. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത കടന്നു വരികയാണ്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പോയറ്റിൻ്റെ മനസ്സിലേക്ക് പ്രത്യേക തരത്തിലുള്ളൊരു ചിന്ത കടന്നു വരികയാണ്. എന്താണത്? അദ്ദേഹം ചിന്തിക്കുകയാണ്, വി ഡു നോട്ട് നീഡ് ദ വാൾ. ഇങ്ങനൊരു വാളിൻ്റെ ആവശ്യകത നമുക്കില്ല. ആക്ച്വലി ദർ ഈസ് നോ നെസസിറ്റി ഓഫ് സച്ച് എ വാൾ. ഇറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ് ഓൺ അവർ പാർട്ട് ടു ടേക്ക് ദിസ് മച്ച് എഫേർട്ട് ഇൻ മെയിൻറ്റെയിനിങ് ദിസ് വാൾ ദറ്റ് ഈസ് ക്വയറ്റ് അൺനെസസറി. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് റിക്വയർഡ്. ഇങ്ങനൊരു വാളിൻ്റെ ആവശ്യം തന്നെയില്ല. ഈ ഒരു വാളിന് വേണ്ടിയിട്ട് ഇത്രയധികം എനർജി നമ്മൾ ചിലവാക്കുന്നത് യഥാർത്ഥത്തിൽ ഫൂളിഷ്നെസ്സാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചഡ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്, ഐ ടെൽ ഹിം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, I cultivate apple in my orchard. In my land, I cultivate apple, and my neighbor cultivates pine. My apple trees will never cross the border and will never cause any damage to the agricultural land of my neighbor. My apple trees will never eat the corns under the pine trees of my neighbor.
there is no such a possibility. Then why should we keep this wall? What is the need of this wall? It is quite unnecessary. It is not required. അദ്ദേഹം ചിന്തിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത് ആപ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നത് പൈൻ മരങ്ങളാണ്. എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും നടന്നു പോയിട്ട് അതിർത്തി കടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ പൈൻ അടിയിലുള്ള ധാന്യങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കോമ്പൗണ്ട് വാളിൻ്റെ ആവശ്യകത എന്നാണ് പോയറ്റ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രേഞ്ച് തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അക്കാര്യം അദ്ദേഹം ഓപ്പണായിട്ട് നെയ്ബറോട് പറയുകയാണ്. പക്ഷേ നെയ്ബറിൻ്റെ പ്രതികരണം, the neighbor responded in a very different way. He only says good fences make good neighbors. The other's view was not approved by the neighbor. Neighbor responded that this kind of wall is necessary. There should be good compound wall between the properties of two persons. Then only smooth relationship can be maintained between two persons. Good fences make good neighbors എന്ന ഒരു പ്രോബാണ് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത്. നല്ല അയൽപ്പക്ക ബന്ധങ്ങൾ വേണമെങ്കിൽ അയൽപ്പക്കക്കാർക്കിടയിൽ നല്ല മതിലുകൾ ഉണ്ടായിരിക്കണം എന്ന ഒരു പ്രോബാണ് അദ്ദേഹം തിരിച്ച് ആർഗ്യുമെൻ്റായിട്ട് പറയുന്നത്. Let us move to the second stanza of the poem. Spring is the mischief in me and I wonder if I could put a notion in his head. പോയറ്റ് പറഞ്ഞ ആർഗ്യുമെൻറ്റ്, പോയറ്റ് പറഞ്ഞ അഭിപ്രായം അദ്ദേഹം അംഗീകരിച്ചില്ല, നെയ്ബർ അംഗീകരിച്ചില്ല. പക്ഷേ പോയറ്റിനൊരു വാശിയാണ്. ദ പോയറ്റ് വാണ്ട്സ് ടു കൺവേ ഹിസ് തോട്ട് ആൻഡ് കൺസെപ്റ്റ് ടു ഹിസ് നെയ്ബർ എറ്റ് എനി കോസ്റ്റ്. ഹി വാണ്ട്സ് ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ വ്യൂ ഓഫ് ദ നെയ്ബർ. സ്പ്രിങ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ എതിർക്കാനുള്ള എൻ്റെ മനസ്സിലെ ടെൻഡൻസി ഉണ്ടല്ലോ, പ്രവണത, അത് വളരെ സ്ട്രോങ് ആയിരുന്നു. സ്പ്രിങ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ and I wonder if I could put a notion in his head. I want to see whether I can successfully convince him about my view. My view is relevant എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയണം എന്ന് പോയറ്റ് തീരുമാനിച്ചു. ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്, എൻ്റെ വ്യൂ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക്, എൻ്റെ കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടത്തിവിടണം എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ് പോയറ്റ് പറയുന്നത്. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? ഈസിൻറ്റ് ഇറ്റ് വേർ ദർ ആർ കൗസ്? ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. പോയറ്റ് തിരിച്ച് കൗണ്ടർ ആർഗ്യുമെൻ്റ് നടത്തുകയാണ്. നിങ്ങൾ പറഞ്ഞ പ്രൊവേർബ് ഉണ്ടല്ലോ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന പ്രൊവേർബ്, ദറ്റ് ഈസ് ആക്ച്വലി നോട്ട് ആപ്ലിക്കബിൾ ടു അവർ ലാൻഡ്സ് ബിക്കോസ് വി ആർ നോട്ട് റിയറിങ് എനി ആനിമൽസ് ലൈക്ക് കൗസ്. നിങ്ങൾ പറഞ്ഞ പ്രോബ് ഇവിടെ സ്യൂട്ടബിൾ അല്ല. അഗ്രികൾച്ചറൽ ലാൻഡിൽ മൃഗങ്ങൾ, പശുക്കളെ പോലെയുള്ള മൃഗങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ മാത്രമാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും ലാൻഡിൽ മൃഗങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പശുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവ തൊട്ടടുത്ത സ്ഥലത്തേക്ക്, തൊട്ടടുത്ത കൃഷി സ്ഥലത്തേക്ക് പോയിട്ട് നാശനഷ്ടങ്ങൾ വരുത്തും എന്നൊരു പേടിയൊന്നും നമുക്കില്ല. സോ what you have quoted as a probe to substantiate your view is not relevant in our context എന്ന് പോയറ്റ് പറഞ്ഞു. Before I built a wall, I would ask to know what I was walling in or walling out. Before constructing a wall, we must have a clear answer. What is separated with this wall? വാട്ട് ഈസ് വാളിങ് ഔട്ട് ആൻഡ് വാട്ട് ഈസ് വാളിങ് ഇൻ. ഒരു മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ല ശരിയായ ഉത്തരം ലഭിക്കണം. ആ മതിൽ കൊണ്ട് എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് മതിലിനകത്തേക്ക് കൊണ്ടുവരുന്നത്, മതിൽ കെട്ടി വേർതിരിക്കുന്നത് എന്താണ് എന്ന ഒരു ഉത്തരം നമുക്ക് ലഭിക്കണം. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. ഐ കുഡ് സേ എൽവ്സ് ടു ഹിം. ദ പോയറ്റ് വാണ്ട്സ് ടു കൺവേ ഹിസ് കൺസെപ്റ്റ് ടു ദ നെയ്ബർ. But that was not successful. That attempt was not successful. It proved to be failure. He couldn't convince him. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ
പ്രകൃതിയിൽ ഏതോ ഒരു ശക്തി ഈ വാളിനെ ഇഷ്ടപ്പെടാത്തതുണ്ട്, അതുകൊണ്ടാണ് കേടുപാടുകൾ വരുന്നത് എന്ന ഒരു അഭിപ്രായം വീണ്ടും മുന്നോട്ട് വയ്ക്കുകയാണ്. Something there is that doesn't love a wall, that wants it down. I could say elves to him. The poet told his neighbor that this wall gets damaged frequently without any visible reason because there is some unknown mysterious force in nature that doesn't like this wall, that causes damages എന്ന് പറഞ്ഞു നോക്കി. ആ അൺനോൺ ഫോഴ്സ് എന്ന് പറയുന്നത് എൽവ്സ് ആണ്. ഐ കുഡ് സേ എൽവ്സ് ടു ഹിം. എൽവ്സ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്സ് ആണ്, സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഇൻ നേച്ചർ. നമ്മുടെ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, ചില ആൾക്കാർ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആ ശക്തികളെയാണ് എൽവ്സ് എന്ന് പറയുക. ആ എൽവ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പോയറ്റ് പറഞ്ഞു നോക്കി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽവ്സ് എക്സാക്ട്ലി and I would rather he said it for himself. I see him there. But the neighbor did not accept his view. He did not listen to the words of the poet. He stood firm in his stand that there must be a wall between the two properties. Bringing a stone grasped firmly by the top in each hand like an old stone savage armed. The poet has already stopped doing the repairing work when he thought it as a foolishness. It is not necessary. The poet says that I can see the neighbor doing the repairing work all by himself, carrying big stones in each of his hands. And the poet compares the neighbor with the old stone savage armed. കയ്യിൽ വലിയ 2 കല്ലുകളും ഏന്തിക്കൊണ്ട് റിപ്പയറിംഗ് വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഒറ്റയ്ക്ക് റിപ്പയറിംഗ് വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന നെയ്ബറെ പോയിട്ട് കമ്പയർ ചെയ്യുകയാണ്. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. പ്രാചീന കാലത്ത് സ്റ്റോൺ ഏജിലുള്ള ആൻഷ്യൻ ടൈംസിൽ ജീവിച്ച അൺസിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ, പ്രാചീന കാലത്തെ പ്രാകൃത മനുഷ്യനെ പോലെ, ആയുധമേന്തിയ ആംഡ്. He moves in darkness as it seemed to me, not of woods only and the shades of trees. He will not go behind his father's saying. The poet says that I feel that he was moving in darkness. Actually, this work was done during the broad daylight, during the daytime. There was no darkness anywhere. But the poet feels that he was moving in the darkness. അപ്പോൾ ഇവിടെ പോയറ്റ് നെയ്ബറെ പ്രാചീന മനുഷ്യനോട് ഉപമിക്കുന്നതും അതുപോലെ തന്നെ ഇരുട്ടിൽ നീങ്ങുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും സിംബോളിക്കാണ്. നെയ്ബറിൻ്റെ നിലപാടിനുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പോസിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്. He will not go behind his father's saying. The poet sees that neighbor has no ability to think beyond what he heard from his forefathers. He simply quotes a proverb without considering whether it is applicable in the present times, in the present context. And he likes having thought of it so well. He says again, good fences make good neighbors. Whatever be the efforts made by the poet to convince him about the foolishness of maintaining such a wall, the neighbor stood firm in his stand. And he again quoted the same proverb, good fences make good neighbors. As a whole, what can we see as a theme of the poem? In this poem, we can see conflicting views, contrasting ideas among human beings. Here, wall is a symbol. The poet and the neighbor have a different kind of attitude about the wall and about human relationships. The poet's view suggests that there should not be any restriction in human relationship. There must be close contact and intimacy between human beings. But the neighbor is of the view that there should be some restrictions, some control, some type of limitations employed in the relationships of human beings. Then only smooth and intimate relationship can be maintained. The wall in this poem is actually
a symbol of barriers that put restrictions in human relationships. Our poet Robert Frost is fully against such restrictions and such barriers. According to him, human relationships should be free from any kind of restrictions imposed by the society. On the other hand, the poet's neighbor is in favor of such restrictions and barriers. According to him, such restrictions and barriers are quite essential to keep the relationships unbroken forever and to avoid future disputes and quarrels. There are many examples of figures of speech or poetic crafts in this poem. In the beginning of the second stanza, we can see a good instance of assonance. Assonance means vowel rhyme. We can see spring is the mischief in me. Spring, mischief. Both the words carry the same vowel sound E. Spring, mischief. It is an example for vowel rhyme or assonance. Just below the middle part of the second stanza, we can see an example for simile. Bringing a stone grasped firmly by the top, in each hand like an old stone savage armed. It's an example for a simile. Here the poet compares the neighbor with the old stone savage armed. Simile is a figure of speech in which two things which are actually not identical are compared by using the word like.